ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക തല സംഭാഷണങ്ങൾ പൂർത്തിയായി. യൂറോപ്യൻ കമ്മീഷൻ, കൌൺസിൽ പ്രസിഡന്റുമാരുമായുള്ള പ്രധാനമന്ത്രിയുടെ ചർച്ച പുരോഗമിക്കുന്നു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു. ബജറ്റ് ഫെബ്രുവരി 1-ന്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ നിയമസഭയിൽ പ്രതിഷേധം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം ആവശ്യപ്പെട്ട് ഇന്ത്യ. ആഗോള വെല്ലുവിളികൾ ലോക സംഘടനയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി. സിംബാബ്വേയിൽ നടക്കുന്ന അണ്ടർ-19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരെ നേരിടും. സന്തോഷ് ട്രോഫിയിൽ കേരളം ഇന്ന് ഒഡീഷയെ നേരിടും. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിൽ ഊർജ്ജ ആവശ്യകത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഊർജ്ജ മേഖലയിലെ അവസരങ്ങളുടെ നാടായി ഇന്ത്യ മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവയിൽ ആരംഭിച്ച ഇന്ത്യ എനർജി വീക്കിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ UK വ്യാപാര കരാറിനെ മെച്ചപ്പെടുത്തുമെന്നും ഉൽപാദന സേവന മേഖലകളെ ഉത്തേജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. एनर्जी सेक्टर के लिए भारत बहुत बड़े अवसरों की धरती है. यानी हमारे यहां एनर्जी प्रोडक्ट्स की डिमांड लगातार बढ़ रही है. इसके अलावा भारत दुनिया की डिमांड पूरी करने के लिए भी बेहतरीन अवसर उपलब्ध करता है. एनर्जी वीक का ये प्लेटफॉर्म हमारी पार्टनरशिप को एक्सप्लोर करने का बहुत ही उत्तम स्थान है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയുമായും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നുമായും ന്യൂഡൽഹിയിൽ നടത്തുന്ന ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികതല സംഭാഷണങ്ങൾ പൂർത്തിയായതിനു പിന്നാലെയാണ് ചർച്ചകൾ. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കരുത്താർജിക്കുന്ന സാഹചര്യത്തിലാണ് ചർച്ച. ഇന്ത്യ EU തന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ആഴത്തിലാക്കുക, പരസ്പരം താൽപര്യമുള്ള മുൻഗണനാ മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വച്ചാണ് ഔദ്യോഗിക ചർച്ചകൾ നടന്നത്. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 17% യൂറോപ്യൻ യൂണിയൻ വിപണിയിലേക്കാണ് നടക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ മൊത്തം വിദേശ കയറ്റുമതിയുടെ 9% ഇന്ത്യയിലേക്കുള്ളത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സുരക്ഷാ പ്രതിരോധ പങ്കാളിത്ത കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി ആതിഥേയത്വം വഹിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ഉച്ചകോടിയിൽ സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗ്രവാൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധം വളർന്നുവരികയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ന് ന്യൂഡൽഹിയിൽ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോളതലത്തിൽ സങ്കീർണമായ സാഹചര്യം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഇരുപക്ഷവും തമ്മിലുള്ള പങ്കാളിത്തം പ്രതിരോധ സഹകരണം സഹായകമാക്കുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം ആരംഭിക്കും. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ മറ്റന്നാൾ പാർലമെന്റിൽ സമർപ്പിക്കും. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. നാളെ മുതൽ ഫെബ്രുവരി 13 വരെയും മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും 2 ഘട്ടങ്ങളായാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡ, കിരൺ റിജിജു, എൽ മുരുകൻ, അർജുൻ റാം മേഘ്വാൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്, DMKയുടെ തിരുച്ചി ശിവ, തൃണമൂൽ കോൺഗ്രസ് നേതാവ് സാഗരിക ഖോസെ തുടങ്ങിയവരും സന്നിഹിതരാണ്. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം ആവശ്യപ്പെട്ട് ഇന്ത്യയും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും. വർദ്ധിച്ചുവരുന്ന ആഗോള വെല്ലുവിളികൾ ലോക സംഘടനയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നതായി മുന്നറിയിപ്പ് നൽകിയാണ് പരിഷ്കരണ നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര നിയമവാഴ്ച ഫലപ്രദമായി നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാൻ സ്ഥിര അംഗങ്ങളെ ചേർത്തുകൊണ്ടുള്ള അർത്ഥവത്തായ പരിഷ്കാരങ്ങൾ ഉണ്ടാകണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് പറഞ്ഞു. അന്താരാഷ്ട്ര നിയമവാഴ്ച പുനഃസ്ഥാപിക്കൽ എന്നതിനെക്കുറിച്ചുള്ള സുരക്ഷാ കൌൺസിലിന്റെ ഉന്നതതല ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ദേശീയ സാംസ്കാരിക ടൂറിസം ഉത്സവമായ ഭാരത് പർവിന് ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ തുടക്കമായി. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദിയാണ് ഭാരത് പർവ് എന്ന് ശ്രീ ഓം ബിർള പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളികളുമായാണ് പ്രതിഷേധിച്ചത്. പയ്യന്നൂരിൽ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ CPIM പ്രവർത്തകർ മർദ്ദിച്ച സംഭവം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് സജീവ് ജോസഫാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകിയത്. എന്നാൽ സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് സ്പീക്കർ അറിയിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസ് വിഷയം സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചു. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച ശേഷം പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിപക്ഷത്തെ നജീബ് കാന്തപുരവും CR മഹേഷും സഭാ കവാടത്തിൽ സത്യഗ്രഹം ആരംഭിച്ചു. സഭാ നടപടികൾ തടസ്സപ്പെടുത്തില്ലെന്നും എന്നാൽ പ്രതിഷേധം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. പ്രതിപക്ഷത്തിന്റേത് സർക്കാരിനെതിരെയുള്ളതല്ല, ഹൈക്കോടതിക്കെതിരെയുള്ള സമരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് നടക്കും. ഈ മാസം 29-നാണ് സംസ്ഥാന ബജറ്റ്. അവയവമാറ്റം ഉൾപ്പെടെ ചെലവേറിയ ചികിത്സകൾക്കായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിന്റെ പ്രായോഗികത പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. AK അഷ്റഫിന്റെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് നഗരനയം ആവിഷ്കരിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം നഗരനയം ആവിഷ്കരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ നഗരവൽക്കരണത്തിന്റെ സ്വഭാവവും സങ്കീർണതയും പ്രശ്നങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിയും നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന കാഴ്ചപ്പാടിന് അനുസൃതമായും സമഗ്ര നഗരനയം രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. സർ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഒരു നഗരനയം ആവിഷ്കരിക്കാൻ മുൻകൈയെടുത്തത്. 13-അംഗ കേരള നഗരനയ കമ്മീഷനെ ഇതിനുവേണ്ടി രൂപീകരിച്ചു. സിംബാബ്വേയിൽ നടക്കുന്ന അണ്ടർ-19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരെ നേരിടും. സൂപ്പർ 6 സ്റ്റേജിലെ 6ാം മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് ഒഡീഷയെ നേരിടും. ഉച്ചയ്ക്ക് 2 മണിക്ക് അസമിലാണ് മത്സരം. ഒരു ജയവും സമനിലയും ഉൾപ്പെടെ 4 പോയിന്റുമായി ഗ്രൂപ്പ് ബിയിൽ കേരളം ഒന്നാമതാണ്. ഇന്നത്തെ മത്സരം ജയിച്ചാൽ കേരളത്തിന് ക്വാർട്ടർ റൌണ്ട് ഉറപ്പാകും. ഇറാനിൽ ദേശവ്യാപക പ്രതിഷേധങ്ങളിൽ 6000-ഓളം പേർ കൊല്ലപ്പെട്ടു. പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഭവം. US ആസ്ഥാനമായ മനുഷ്യാവകാശ ഏജൻസിയാണ് മരണസംഖ്യ വെളിപ്പെടുത്തിയത്. അതേസമയം ഇറാൻ ഗവൺമെന്റ് കണക്കനുസരിച്ച് 3117 പേരാണ് മരിച്ചത്. ഇതിൽ 2427 സിവിലിയന്മാരും സുരക്ഷാസേനാ അംഗങ്ങളും മറ്റുള്ളവർ ഭീകരപ്രവർത്തകരുമാരെന്നാണ് റിപ്പോർട്ട്. പശ്ചിമബംഗാളിലെ നസീറാബാദിൽ വെയർഹൌസിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 8ആയി. നിരവധി പേരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അഗ്നിരക്ഷാസേന തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. 23,000 രൂപ നിക്ഷേപത്തിന് ദിവസവും 70,000 രൂപ വരെയും പ്രതിമാസം 21 ലക്ഷം രൂപ വരെയും ലാഭം ഉറപ്പു നൽകുന്നതായുള്ള രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റേത് എന്ന തരത്തിൽ പ്രചരിക്കുന്ന ഓൺലൈൻ വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ഇത് AI നിർമ്മിതമാണെന്നും രാഷ്ട്രപതി ഇത്തരം യാതൊരു നിക്ഷേപ പദ്ധതിയും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. പട്ടികയിന്മേലുള്ള പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. കരട് SIR പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരും പുതിയ അപേക്ഷകരും ഫോം 6 ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കണം. ജമ്മുകശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസത്തേക്ക് ശീതതരംഗ മുന്നറിയിപ്പുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യാരീതികൾ വികസിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷാ ഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ DRDO സുപ്രധാന പങ്കുവഹിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ DRDO ശാസ്ത്രജ്ഞരെ ആദരിക്കുന്ന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികതല സംഭാഷണങ്ങൾ പൂർത്തിയായി. യൂറോപ്യൻ കമ്മീഷൻ, കൌൺസിൽ പ്രസിഡന്റുമാരുമായുള്ള പ്രധാനമന്ത്രിയുടെ ചർച്ച പുരോഗമിക്കുന്നു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു. ബജറ്റ് ഫെബ്രുവരി 1-ന്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ നിയമസഭയിൽ പ്രതിഷേധം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം.
ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം ആവശ്യപ്പെട്ട ഇന്ത്യ. ആഗോള വെല്ലുവിളികൾ ലോക സംഘടനയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി. സിംബാബ്വേയിൽ നടക്കുന്ന അണ്ടർ 19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരെ നേരിടും. സന്തോഷ് ട്രോഫിയിൽ ഇന്ന് കേരള ഒഡീഷ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.